നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തി. അതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തീർത്തു. അതോടുകൂടി എല്ലാ കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു. യെസ്, ഇംഗ്ലണ്ട് നേരത്തെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് സെമി ഫൈനൽ ഉറപ്പിച്ചതാണ്. ഇപ്പോഴിതാ സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് സെമി ഫൈനൽ ഉറപ്പാക്കിയിരിക്കുന്നു. 2 കളി 4 പോയിന്റ് അവർ സെമി ഉറപ്പിച്ചു. ഇനി ഒരു സ്പോട്ടാണ് ബാക്കി. സിംബാബ്വെ 2 കളി 0 പോയിന്റ് ഏറ്റവും ഒടുവിലാണ്. അവർക്കിനി സാധ്യതയില്ല. വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഇന്ത്യ മത്സരം. ആ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് സെമി ഫൈനലിലേക്ക് കടക്കാൻ പറ്റും. അതാ പറഞ്ഞത്, ഞായറാഴ്ച ഈഡൻ ഗാർഡൻസിൽ ക്വാർട്ടർ ഫൈനലാണ്. ആ മത്സരം വിജയിച്ചാൽ നേരെ സെമി ഫൈനലിലേക്കാണ്. ഇനിയിപ്പോൾ നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കി കാൽക്കുലേറ്റർ എടുത്ത് കാത്തിരിക്കേണ്ടതില്ല. വിൻഡീസിനെ തോൽപ്പിക്കാൻ പറ്റുമോ? ഇന്ത്യക്ക് സെമി ഫൈനൽ കളിക്കാം. കാര്യങ്ങൾ ഡയറക്റ്റായി എന്നർത്ഥം. ഏതായാലും ഇപ്പോൾ ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഉറപ്പിച്ചു, സൗത്ത് ആഫ്രിക്ക സെമി ഫൈനൽ ഉറപ്പിച്ചു. അടുത്ത ടീം ഏതാണ് എന്നുള്ളത് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ തീരുമാനമാകും. ന്യൂസിലാൻഡ് ഓൾമോസ്റ്റ് ആ ഒരു സെമി ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട്. 99% ന്യൂസിലാൻഡ് തന്നെയാണ്. പാകിസ്ഥാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് മിറക്കിൾ സംഭവിക്കുകയാണ്. 1% പാകിസ്ഥാന് സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് സെമി ഫൈനലിൻ്റെ അവസ്ഥ. ഏതായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, സൺഡേ ക്വാർട്ടർ ഫൈനൽ ഡേ ആണ്. ഈഡൻ ഗാർഡൻസിൽ രാത്രി 7 മണിക്ക് 2 തവണ ICC T20 വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ, 2 തവണ ICC T20 വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസും നേർക്ക് നേർ വരികയാണ്. വിജയിക്കുക, മുന്നോട്ട് പോവുക. ഈ മത്സരം വിജയിച്ചാൽ സെമി ഫൈനൽ വാങ്കഡയിൽ കളിക്കാം. അത് വിജയിച്ചാൽ ഫൈനൽ അങ്ങ് അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ കളിക്കാം. സോ എല്ലാ വഴിയും വളരെ ക്ലിയറാണ്. ആ വഴിയിലൂടെ കാലിടറാതെ നടന്നാൽ മാത്രം മതി സൂര്യകുമാർ യാദവും സംഘവും. കാത്തിരിക്കാം ഞായറാഴ്ചയിലെ ആ നോക്കൗട്ട്. ലിറ്ററലി ഇതൊരു നോക്കൗട്ട് മത്സരമാണിത്. ഇപ്പം സംഭവം നമുക്ക് സൂപ്പർ 8 അവസാന മത്സരം എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു വേർച്വൽ നോക്കൗട്ടാണ്, അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ പോലെ ഒരു പോരാട്ടമാണ്. ഇത് ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുമ്പോൾ അത് അലങ്കാരികമായി പറഞ്ഞതാണ്. ഫലത്തിൽ അത് അങ്ങനെ തന്നെയാണ്. കാത്തിരിക്കാം ആ മത്സരത്തിൽ നമ്മുടെ ടീം തകർപ്പൻ വിജയം നേടുന്നതിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.